ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം. നേരിട്ടുള്ള ഇടപെടലിന് പകരം ദേവസ്വം ബോർഡുകളെ കൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരുത്താനാണ് ആലോചന. അട്ടിമറിക്കപ്പെടുന്ന ക്ഷേത്രാചാരങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള തന്ത്രിമാരുടെ അവകാശമാണ്. ഇവരുമായി പ്രജിത്ത് മോഹൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം നടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അടക്കം വരുന്നുണ്ട്. അതിപ്പോൾ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ, ഷർട്ട് ക്ഷേത്രത്തിനുള്ളിൽ ധരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പല CPM ഇടത് നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും സർക്കാർ ഈയൊരു ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ നീക്കം നടത്തുന്നത്. നേരിട്ടുള്ള ഇടപെടലിന് പകരം ദേവസ്വം ബോർഡുകളെ കൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്, അല്ലേ? എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾ വലിയ വിവാദങ്ങളിലേക്ക് പോയിരുന്നു. അതിനുശേഷമാണ് ഇത് കൂടുതലൊരു പ്രത്യക്ഷമായ ഇടപെടലിലേക്കോ നടപടിയിലേക്കോ ഒക്കെ സർക്കാർ പോകുന്നതെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം നിലവിൽ ഉള്ള പല ആചാരങ്ങളിലും സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും വഴിപാട് രീതികളിലുമൊക്കെ മാറ്റം വരുത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഒളിഞ്ഞും തെളിഞ്ഞും ദേവസ്വം ബോർഡുകളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അധികം വൈകാതെ തന്നെ ചില ഇടങ്ങളിലെങ്കിലും ഈ രീതിയിലുള്ള ആചാരങ്ങളിൽ മാറ്റം വരുത്താനുള്ള ചർച്ചകൾ അത് ദേവസ്വം ബോർഡുകളിൽ ആരംഭിക്കും. ഈ പ്രത്യക്ഷത്തിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അതായത് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ നടത്തിയ ഹിന്ദുവിരുദ്ധ പരാമർശങ്ങളുടെയൊക്കെ ഒരു ഡാമേജ് ഉണ്ട്. ആ ഡാമേജ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പരിഷ്കരണങ്ങൾ ആവശ്യമാണ് എന്ന രീതിയിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരികയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുള്ള പ്രാഥമികമായിട്ടുള്ള ചില ആലോചനകൾ, ചില നിർദ്ദേശങ്ങൾ, ചർച്ചകളൊക്കെ ഉന്നത തലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ രീതിയിലുള്ള ചർച്ചകൾ ഈ കേരളത്തിലെ 5ഓളം ദേവസ്വം ബോർഡുകളുടെ യോഗങ്ങളിൽ ഈ ചർച്ചകൾ മിക്കവാറും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള ആലോചനകൾ തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ ദേവസ്വം ബോർഡുകളെ കൊണ്ട് ഇത്തരം നടപടികളിലേക്ക് പോകുന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രത്യക്ഷത്തിൽ സർക്കാർ നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടാതെ പകരം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡുകളിൽ ആ ബോർഡ് യോഗങ്ങൾ ചേർന്ന് അവിടെ തീരുമാനങ്ങൾ എടുത്ത് അതോടൊപ്പം തന്നെ ചില തന്ത്രിമാരെയെങ്കിലും ഒപ്പം ചേർത്ത് നിർത്തി ഈ രീതിയിലുള്ള ആചാര പരിഷ്കരണം എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുകയാണ്. പലതിനും ഈ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവശ്യമുള്ള അനാചാരങ്ങളാണ് പലതും എന്നൊക്കെയുള്ള നിലപാടുകളൊക്കെ ആയിരിക്കും ഇക്കാര്യത്തിൽ ഈ ദേവസ്വം ബോർഡുകളും അവർക്കൊപ്പം നിൽക്കുന്ന ആളുകളും ഒക്കെ എടുക്കുക. അത്തരത്തിൽ പരസ്യമായി ഈ ആചാരങ്ങളിലൊക്കെ പരിഷ്കരണം വേണമെന്നൊരു ചർച്ച കൊണ്ടുവരുന്നു. ആ ചർച്ച കൊണ്ടുവന്നതിന് ശേഷം അതിൽ പിടിച്ചുകൊണ്ട് ഇത്തരം ആചാര പരിഷ്കരണങ്ങൾ നടത്തി നേരത്തെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ഹിന്ദു സമൂഹത്തിലുണ്ടായ മുറിവ്, അതുവഴി ഉണ്ടാകുന്ന വോട്ട് ബാങ്കിലെ ചോർച്ച എന്നിവയൊക്കെ ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള നീക്കം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ളതാണ്, പറയാറുള്ളതാണ്, ഹൈന്ദവ വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം, ക്ഷേത്രാചാരങ്ങളിൽ മാത്രം സർക്കാരിന്റെ പരോക്ഷമായ രാഷ്ട്രീയ ഇടപെടലെങ്കിലും ഉണ്ടാകുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും സജീവമായിട്ട് വരുന്നുണ്ട്. അത് ഹൈന്ദവ സംഘടനാ നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ വളരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ആചാര പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, കാലഘട്ടാനുസൃതമായ പരിഷ്കരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത്, അതിന് നേതൃത്വം നൽകേണ്ടത് ഹൈന്ദവ സമൂഹത്തിലെ ആചാര്യന്മാരാണ്, സന്യാസിമാരാണ്, ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളുടെയൊക്കെ നേതാക്കന്മാരാണ്. കാരണം കേരളത്തിൽ അത്തരത്തിലുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കളും സമൂഹം അംഗീകരിച്ച, ഹിന്ദു സമൂഹം അംഗീകരിച്ച ഈ തരത്തിലുള്ള നേതാക്കളുമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വളരെ പ്രാഗൽഭ്യം നിറഞ്ഞ ആചാരങ്ങൾ വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള തന്ത്രിമാരും പൂജാരിമാരും അതിനപ്പുറത്തേക്ക് സന്യാസിമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കേണ്ടതും അത്തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ ആവശ്യമെങ്കിൽ അത് പറയേണ്ടതും. അപ്പോഴാണ് സർക്കാർ തലത്തിൽ ഈ രീതിയിലുള്ളൊരു പരോക്ഷ ഇടപെടലിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ ഇപ്പോൾ എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം നേരത്തെ ശബരിമലയിൽ ആചാര ലംഘനത്തിന് സർക്കാർ ശ്രമിച്ചതാണ്. അതിനെ പിന്നീട് കേരളം കണ്ടിട്ടുള്ള സമാനതകളില്ലാത്തൊരു പ്രതിഷേധങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. അന്ന് ഭക്തജനങ്ങളുടെയൊക്കെ വലിയ പ്രതിഷേധം കേരളമാകെ കണ്ടതാണ്, ശബരിമലയിൽ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട് എന്ന് കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടി വരും. എന്തായാലും ഇത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്ന വിവരമാണ്. കൃത്യമായി ഇത്തരമൊരു അജണ്ടകൾ, ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിൽ സംബന്ധിച്ചിട്ടുള്ള ഈ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ ജീവനക്കാർക്കിടയിൽ പോലും ഇത്തരം ചർച്ചകളൊക്കെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ഈ രീതിയിലുള്ള പല ചർച്ചകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ കേരളത്തിലെ 5ഓളം ദേവസ്വം ബോർഡുകൾ ഈ വിഷയത്തിൽ ഒരു യോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും സാധാരണഗതിയിലുള്ള ഒരു നീക്കത്തിന് പകരം വളരെ സൂക്ഷിച്ചായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുക, ദേവസ്വം ബോർഡുകൾ മുന്നോട്ട് പോകുക. ആചാരങ്ങൾ, പല ആചാരങ്ങളും അപരിഷ്കൃതമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പ്രചരണം നടത്തും. ആ പ്രചാരണത്തിന് ശേഷമായിരിക്കും അതൊക്കെ പരിഷ്കരിക്കുക
പരിഷ്കരിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടിലേക്ക് ദേവസ്വം ബോർഡുകൾ പോകുക. അപ്പോൾ ഏത് രീതിയിലായിരിക്കും ഹൈന്ദവ സമൂഹം ഈ വിഷയങ്ങളെ നോക്കിക്കാണുക എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ കേരളത്തെ തന്നെ കലുഷിതമാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ കഴിയില്ല. നിഖിൽ. ശരി പ്രജിത്ത, ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം നടത്തുന്നു. നേരിട്ടുള്ള ഇടപെടലിന് പകരം ദേവസ്വം ബോർഡുകളെ കൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരുത്താനാണ് ആലോചിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ.